നമസ്കാരം. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിയും ഉടച്ചൂടും എന്നുള്ള പഴമൊഴി ഈ കഴിഞ്ഞ ദിവസം ഞാൻ പൊതുസമൂഹത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അത് പറയാനുണ്ടായ ഒരു സാഹചര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കേരളത്തിൽ സംഘപരിവാർ സംഘടനകൾ നിലമെച്ചപ്പെടുത്തിയപ്പോൾ, ചില സ്ഥലങ്ങളിലൊക്കെ അധികാരത്തിലെത്താൻ കഴിഞ്ഞപ്പോൾ അവർ കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങളുണ്ട്. അത് കണ്ടപ്പോഴാണ്, ആ കാര്യം പറയുന്നതിനിടക്കാണ് ഞാൻ ഈ ഒരു പഴമൊഴി ഓർമ്മപ്പെടുത്തിയത്. അതിനെതിരെ ചില ആളുകളൊക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ആളുകൾ അവരുടെ അഭിപ്രായം പറയട്ടെ. അതേക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. സംഘപരിവാർ സംഘടനകൾ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. BJP ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചില അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവുകയാണ്. പാലക്കാട് നില മെച്ചപ്പെടുത്തിയപ്പോൾ അവരെന്താണ് ചെയ്തത് എന്ന കാര്യം നമുക്കറിയാം. തിരുവനന്തപുരത്ത് അവരെന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത്, ഇപ്പോൾ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംഘപരിവാർ സംഘടനകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്, അല്ലെങ്കിൽ BJP അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്കൊരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ശ്രീലേഖ മുൻ DGP ആയിരുന്നു. എന്നാലും അവരിവിടെ ഈ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ഒരു വാർഡ് കൗൺസിലർ ആയപ്പോൾ അവരുടെ ചില പ്രവർത്തനങ്ങൾ, അവർ DGP ആയി വീണ്ടും DGP ആവാൻ അവർക്ക് കഴിഞ്ഞു, ഉത്തരവിറക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്തെത്തി എന്ന രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തു. മേയറാകാൻ കഴിഞ്ഞില്ല, ഡെപ്യൂട്ടി മേയറും ആകാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു പ്രശ്നം അവർക്കുണ്ട് എന്ന് തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാലും ഇപ്പോൾ അവർ പറയുന്നത് VK പ്രശാന്ത് ഉടൻ തന്നെ നാട് വിടണം, അല്ലെങ്കിൽ MLA ഓഫീസ് ഒഴിവാക്കി ഇറങ്ങിപ്പോകണം എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഉത്തരവിറക്കും പോലെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് VK പ്രശാന്തിന്റെ MLA ഓഫീസ്. MLA ഓഫീസ് ഒഴിവാക്കി അവിടെ നിന്നും VK പ്രശാന്ത് ഇറങ്ങിപ്പോകണം. കൗൺസിലർക്ക് ഈ MLA ഓഫീസ് കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഓഫീസ് അവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ശ്രീലേഖയുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്നാലും എനിക്ക് ഈ ശ്രീലേഖ അമ്മച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഴയ DGP അല്ല. DGP ആയിരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഉത്തരവൊക്കെ ഇറക്കിയിട്ടുണ്ടാകും. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഒരു വാർഡ് കൗൺസിലർ മാത്രമാണ്. ആ സ്ഥാനം മാത്രം മോശമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്തായാലും ഈ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്തരവിറക്കാൻ കഴിയുകയില്ല. നിങ്ങൾ അങ്ങനെ ഉത്തരവിറക്കിയാൽ പൊതുജനം നിങ്ങളെ പരിഹസിക്കും. നിങ്ങളെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ ചാണകം ചവിട്ടിയതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ട്രോളുകൾ നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളൊരു ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നിരുന്ന ഒരു IPS ഓഫീസറായിരുന്നു. DGP സ്ഥാനത്തൊക്കെ, അതായത് ജയിൽ DGP ഒക്കെ ആയിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്റലിജൻസ് ADGP ആയിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, ചില വിഷയങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥാനത്ത് ഇരുന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങളെ ആളുകൾ കളിയാക്കുന്നത് കാണുമ്പോൾ മാനസികമായി ഒരു പൗരൻ എന്നുള്ള നിലക്ക്, ഒരു മലയാളി എന്നുള്ള നിലക്ക് എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കൂട്ടുകെട്ട് ഇപ്പോൾ ചില പ്രത്യേക ആളുകളുമായിട്ടായതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കണം, ചിന്തിച്ച് പ്രവർത്തിക്കണം. നിങ്ങളിപ്പോൾ പഴയ DGP അല്ല. ഉത്തരവിറക്കാനൊന്നും നിൽക്കരുത്. പൊതുസമൂഹം, മലയാളികൾ നിങ്ങളെ ട്രോളി കൊല്ലുമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്.